സ്വാധീനം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ബലം കൊണ്ടോ മനുഷ്യനെ മൃഗീയമായി ഉപദ്രവിക്കുകയും അവരുടെ സമ്പത്ത് അപഹരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കാലയളവിലാണ് ഞാൻ നിങ്ങളായിരിക്കുന്നത്. അറക്കുവാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുന്നത്രേ ഞാൻ വന്നു യേശു കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. ഇന്നേക്ക് 1900 വർഷങ്ങൾക്ക് പുറവിൽ സ്വർഗീയ മഹിമകളെ വിടിഞ്ഞ് ഈ താരതഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്ത്രീയുടെ സന്ധി ജനിച്ച് പ്രവർത്തികൾ ചെയ്ത് 33.5 വയസ്സ് വരെ ജീവിച്ച് കഷ്ടമനുഭവിച്ചു. തിരുവഴുത്തിലും പ്രകാരം മരിച്ചെടുക്കപ്പെട്ട് തിരുവഴുത്തിലും പ്രകാരം 3 നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ പ്രത്യക്ഷനായി സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു കർത്താവ് താൻ പോയതുപോലെ വീണ്ടും വരും. പല ശുശ്രൂഷകാലങ്ങളിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, അവിടുത്തെ വരവിന് ലോകാവസാനത്തിന് അടയാളമെന്ത്? യേശു പ്രകാരം തിരുവായി മുഴിഞ്ഞു, ജാതിയോട് എതിർക്കും, രാജ്യത്തിന് എതിർക്കും, ക്ഷാമം, ഭൂകമ്പം, മഹാമാരി, വ്യാധികൾ ഉണ്ടാകും. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഒരു ഗർഭിണിക്ക് പ്രസവവേദന അനുഭവിക്കുന്ന പോലെ വേഗത്തിൽ സംഭവിക്കുമെന്ന് യേശു കർത്താവ് അരുളിച്ചെയ്യുവാനിടയായി തീർന്നു. ഉക്രൈൻ എന്ന ചെറിയ രാജ്യത്തെ വേഗത്തിൽ കൈപ്പിടുത്താമെന്ന് വിചാരിച്ച് റഷ്യ വേഗത്തിൽ വന്നു. ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 3-4-5 വർഷമായി ഇന്നും യുദ്ധം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതുപോലെ ഇറാനും അതേ തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പ്രിയരെ. വാൾ ഇരുവശത്തും നാശം കൊയ്യും. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. മറ്റുള്ളവനെ അപഹരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാലും അതിനോട് ശാശ്വതമല്ല. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ക്ഷണികമാണ്. ഇതെല്ലാം ഞങ്ങൾ തെരിക്കോളിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയരെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവിക സമാധാനം, ദൈവിക സന്തോഷം നിങ്ങളും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ യേശുവിന്റെ കൽപ്പനയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശമൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിക്ഷയിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. മത്തായി ചാപ്റ്റർ 28:18 വാക്യങ്ങൾ. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അടുത്തുള്ള നിങ്ങളുടെ സാക്ഷികളാകും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളൊരു മതത്തിന്റെ വക്താവല്ല, ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല. കഴിഞ്ഞ ദിനങ്ങളിൽ നല്ല ഇലക്ഷനുകൾ നടക്കുവാണ്ടേ തീർന്നു. എല്ലാ പാർട്ടികൾക്കും അവർ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഏതോ ഒരു പാർട്ടി ആരെങ്കിലും ഒരാൾ ജയിക്കും. എന്നാൽ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല, നീ പ്രതീക്ഷിച്ച വ്യക്തി ജയിച്ചില്ലെങ്കിലും പിന്നെയും പ്രത്യേകിച്ചുകൊണ്ട് പിന്നെ അടുത്ത ഇലക്ഷനിൽ നമുക്ക് നോക്കാം. എന്നാൽ ഒരുവൻ സർവ്വലോകവും വേണ്ടി തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ് നിന്റെ ആത്മാവിന്റെ വില. ഭൂലോകത്തെക്കാൾ ഇന്ത്യ വിലയ്ക്ക് ചോദിച്ച നെഹ്റു ഫാമിലി ഉണ്ടല്ലോ, എന്നാൽ അതിലും വിലയുള്ളതാണ്